ഹായ് ഫ്രണ്ട്സ്, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്, ജോമെട്രിക് പ്രോഗ്രഷൻ. ഇതിലെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോരോ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഒരു പ്രോബ്ലമാണ് ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ സമഗുണിത ശ്രേണിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 15, 60, 240 എന്ന് പോകുന്ന സമഗുണിത ശ്രേണിയുടെ പൊതുഗുണിതം എത്രയാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പൊതുഗുണിതം ഡിനോട്ട് ചെയ്യുന്നത് R എന്നാണ്. ഓക്കെ, നമ്മൾ മറ്റേതിലാണെങ്കിൽ സമാന്തര ശ്രേണിയിലാണെങ്കിൽ പൊതു വ്യത്യാസമാണ്. അവിടെ പൊതു വ്യത്യാസം D എന്നാണ് ഡിനോട്ട് ചെയ്തത്. അവിടെ നമ്മൾ ഡിഫറൻസ് ആണ് എടുത്തിരുന്നത് അല്ലേ. ഇവിടെ അങ്ങനെയല്ല, പൊതുഗുണിതം R ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ R കാണാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. നോക്കിക്കേ, ഒരു സമഗുണിത ശ്രേണിയിലെ പൊതുഗുണിതമായ R കാണാനായിട്ട് എന്ത് ചെയ്യണം? A2 ഡിവൈഡഡ് ബൈ A1 ചെയ്താൽ മതി. A1, A2, A3 ആണ് നമ്മുടെ സമഗുണിത ശ്രേണിയെങ്കിൽ A2 ഡിവൈഡഡ് ബൈ A1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പൊതുഗുണിതം ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ A1 എന്ന് പറയുന്നത് 15 ആണ്, A2 എന്ന് പറയുന്നത് 60 ആണ്, A3 എന്ന് പറയുന്നത് 240. അപ്പൊ പൊതുഗുണിതം കാണാൻ എന്ത് ചെയ്യാം? A2 ബൈ A1 എടുക്കുക. A2 എന്ന് പറയുമ്പോൾ 60 ബൈ A1 എന്ന് പറയുമ്പോൾ 15. 60നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ പൊതുഗുണിതമാണ് എന്ന് വെച്ചാൽ 15നെ ഏത് കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും, അങ്ങനെയാണ് ചിന്തിക്കുക. അതിന് എളുപ്പ വഴി എന്താണ്? 60ഉം 15ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ഇവിടെ 15 × 4 ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? 60 കിട്ടും. 60 × 4 ചെയ്യുമ്പോൾ ഏത് കിട്ടും? 240 കിട്ടും. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പൊതുഗുണിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കാനുള്ള എളുപ്പ മെത്തേഡ് ഇതാണ്, R = A2 ബൈ A1. ഓർത്ത് വെക്കുക, പൊതുഗുണിതമാണെങ്കിൽ ഡിവിഷൻ ചെയ്യുക, പൊതു വ്യത്യാസമാണെങ്കിൽ ഡിഫറൻസ് എടുക്കുക. അത് സമാന്തര ശ്രേണിയിൽ രണ്ടും കൂടി മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്, പിന്നെ ഷെയർ ചെയ്യുന്നവരും വിട്ടുപോകരുത്. ഓക്കെ, താങ്ക്